നിങ്ങൾക്കറിയുമോ, ഒരിക്കൽ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ഓട്ട മത്സരം സംഘടിപ്പിച്ചിട്ടുണ്ട്. തന്റെ പിതൃ സഹോദരനായ അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ വീട്ടിൽ, ആ കുടുംബത്തിൽ, ആ ചുറ്റുവട്ടത്ത് ധാരാളം കുഞ്ഞു മക്കളുണ്ടായിരുന്നു. അതിൽപ്പെട്ട ഒരു മോനാണ് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു എന്നറിയപ്പെടുന്ന അബ്ദുള്ള റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ സഹോദരനായ ഉബൈദുള്ള, അള്ളാഹുവിന്റെ റസൂൽ വഫാത്താകുമ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ പ്രായം വെറും 13 വയസ്സാണ്. അപ്പോൾ ആ പ്രായം ആലോചിച്ചാൽ മതി. നബിതങ്ങൾ മക്കയിൽ കഴിയുന്ന സമയത്ത് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബത്തിലെ ഏറ്റവും കുഞ്ഞുമക്കളിൽപ്പെട്ടവരാണ് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു അടക്കമുള്ളവർ, അബ്ദുള്ള റളിയല്ലാഹു അൻഹു അടക്കമുള്ളവർ. കാന യസുഫു ലി അബ്ദില്ലാഹി വ ഉബൈദില്ലാ. അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കുടുംബത്തിൽപ്പെട്ട അബ്ദുള്ള റളിയല്ലാഹു അൻഹുവിനും ഉബൈദുള്ള റളിയല്ലാഹു അൻഹുവും അടക്കമുള്ള കുഞ്ഞുമക്കൾക്ക് വേണ്ടിയിട്ട് നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം സഫ് വരയ്ക്കുമായിരുന്നു എന്നാണ്. നബിതങ്ങൾ ഇങ്ങനെ ലൈൻ വരച്ചിട്ട് അവരെയൊക്കെ ആ ലൈനിൽ നിർത്തും. എന്നിട്ട് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഫിനിഷിംഗ് ലൈനിന്റെ അവിടെ പോയി നിൽക്കുമെന്നാണ്. തങ്ങൾ വിളിച്ചു പറയും, മൻ സബഖ ഇലയ്യ ഫലഹു കദാ വ കദാ. ആരാണോ എൻ്റെ അടുക്കൽ ആദ്യം എത്തുന്നത് അവർക്ക് ഇന്ന ഇന്ന സമ്മാനങ്ങളുണ്ട് എന്ന് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിളിച്ചു പറയുമായിരുന്നു എന്നാണ്. മക്കൾ വളരെ വാശിയിലും വീറിലും ഓടുന്നവർക്ക് ലഭിക്കുന്ന ആദ്യത്തെ സമ്മാനം എന്താണെന്നറിയുമോ? ഫിനിഷിംഗ് ലൈനിൽ നിൽക്കുന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ തൻ്റെ നെഞ്ചോട് ഇങ്ങനെ ചേർത്ത് പുണരുമായിരുന്നു എന്നാണ്. മക്കളെ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മത്സരിപ്പിക്കുകയും ആ മത്സരങ്ങളിൽ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരോടൊപ്പം നിൽക്കുകയും ചെയ്യുമായിരുന്നു. മാതൃക അഷ്റഫുൽ ഖൽഖാൻ സല്ലല്ലാഹു അലൈഹി വസല്ലം.